ഇതാണ് മുസല്ല റോഡ്. ഈ കാണുന്ന മുസല്ല റോഡ്. ഇതിൻ്റെ ആ സൈഡ് വലത് ഭാഗത്തെ സൈഡാണ് ഓട്ടോമൊബൈൽ സിറ്റി. ഈ ഇടത് ഭാഗത്ത് കാണുന്നത് മൊബൈൽ ഫോൺ സിറ്റി. ഇങ്ങനെ രണ്ട് മാർക്കറ്റിൻ്റെ സെൻറ്ററിലൂടെയാണ് മുസല്ല റോഡ് പോകുന്നത്. മുസല്ല റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് നേരെ ഹയാത്ത്, മെയിൻ റോഡ് ഹയാത്ത് എന്ന് പറയുന്ന ബിൽഡിംഗ് അതാണ് ഹയാത്ത് 5 സ്റ്റാർ ഹോട്ടൽ. ഏതായാലും നമുക്കിനി മൊബൈൽ സിറ്റിയും ഓട്ടോമൊബൈൽ സിറ്റിയും ഒക്കെ ഒന്ന് കാണണം. ഇനി ഇടത് ഭാഗത്തേക്ക് പോകണം, മൊബൈൽ സിറ്റിയിലേക്ക് പോകണം. ഇതാണ് മുസല്ല റോഡ്. അങ്ങനെ നടന്ന് നമ്മൾ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ റൂട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഷോറൂം, സെയിൽസ്, സർവീസ് ഒക്കെ. എവിടെ നോക്കിയാലും ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോക്ക് ഒരു മൊബൈലിൻ്റെ ഒരു സിമ്പിൾ ബോർഡ് പുറത്തേക്ക് തള്ളി നിൽക്കും. അതൊരു ബോർഡാണ്, തള്ളി നിൽക്കുന്നൊരു ബോർഡ്. ആ ബോർഡിനകത്ത് കേരളത്തിനെ സൂചിപ്പിക്കുന്ന മൊബൈലിൻ്റെ അകത്ത് ഒരു തെങ്ങുണ്ട്. തെങ്ങാണ് കേരളത്തിലെ കമ്പനിയാണ് സൂചിപ്പിക്കുന്ന സിമ്പലുമാണ്. പിന്നെ തെങ്ങ് എന്ന് പറയുന്നത് കരിക്ക് മുതൽ ഇളനീർ മുതൽ തേങ്ങ മൂത്ത പാകമായ തേങ്ങ വരെ തെങ്ങിലുണ്ടാകും. അതേപോലെ തന്നെയാണ് ഈ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ കമ്പനിയിൽ ടെക്നീഷ്യന്മാർ എക്സ്പീരിയൻസ്ഡ് ആയവരുണ്ട്, പുതിയ ട്രെയിനികളുണ്ടാവും, സ്റ്റുഡൻസും ഉണ്ടാകും. ഇതാണ് ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ ഷോറൂം. സർവീസ് സെന്ററും ഇതിനകത്ത് തന്നെ. ഒരു പോർഷൻ സർവീസ് സെന്റർ, ഒരു പോർഷനിൽ സ്പെയർ പാർട്സ്, ഒരു പോർഷനിൽ ടൂൾസ്, മറ്റുള്ളിടത്ത് കുറച്ച് മൊബൈൽ ഫോണും. നമുക്ക് ഇതിൻ്റെയൊക്കെ പുതിയ മൊബൈൽ ഫോണും ഇതിൻ്റെ ടൂൾസും അതിൻ്റെ ഇൻസ്ട്രുമെൻറ്റും അതുപോലെ ഒരൽപ്പം സ്പെയർ പാർട്സും ലേറ്റസ്റ്റ് ഫോണുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. അതിനുള്ള കൗണ്ടറുകളാണ് ഇവിടെ. ഹോൾസെയിലായിട്ടും സിംഗിളായിട്ടും ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട്, സിംഗിൾ കസ്റ്റമേഴ്സിനും. അധികം ഇവിടുത്തെ കസ്റ്റമർ എന്ന് പറയുന്നത് ടെക്നീഷ്യന്മാരാണ്. ഒരു സാധാരണ കസ്റ്റമർ വന്ന് ഒരിക്കലും ഇവിടുന്ന് ഒരു സ്പെയർ പാർട്സോ അല്ലെങ്കിൽ ഇത്തരം ഐറ്റംസ് വാങ്ങുന്നില്ല. അതുകൊണ്ട് ടെക്നിക്കലായ കുറേ സാധനങ്ങളാണ്. എന്നാലും നമുക്ക് പുത്തൻ മോഡൽ ഫോണുകളൊക്കെ ഒന്ന് പരിചയപ്പെടാം. ഇനി നമുക്ക് ഫോണുകളൊക്കെ ക്വാളിറ്റിയിലൂടെ റിപ്പയർ ചെയ്യുന്ന കുറച്ച് ഇൻസ്ട്രുമെൻറ്റിനെയും ടൂൾസിനെയും ഒക്കെ പരിചയപ്പെടാം. LCD ഒക്കെ ബ്രേക്ക് ആവാതെ തുറന്നെടുക്കുന്ന, അതിൻ്റെ അകത്തൊക്കെ ബോർഡുകൾ കട്ടാവാതെ ഇതുപോലത്തെ ബോർഡുകളൊക്കെ റിമൂവ് ചെയ്യുന്ന ഒരു ടൂളാണിത്. ഇത് ലേസർ കട്ടർ പോലെ കട്ട് ചെയ്യുന്ന ഒരു എക്യുപ്മെൻ്റാണിത്. ചില ചിപ്പുകളൊക്കെ സ്പെഷ്യൽ ഗം ഉപയോഗിച്ചായിരിക്കും ഫിറ്റ് ചെയ്തിട്ടുണ്ടാവുക. അതൊക്കെ റിമൂവ് ചെയ്ത് ഫിറ്റ് ചെയ്യുന്ന, റിപ്പയർ ചെയ്യുന്ന ടൂളാണ് ഇതൊക്കെ. ഓരോ മോഡലുകൾക്ക് വേണ്ട സ്ക്രൂ ഡ്രൈവറുകളാണ്. സാധാരണ റേഡിയോ, TV റിപ്പയർ ചെയ്യുന്ന ടൂൾസ് പോലെയല്ല മൊബൈലിൻ്റെ ഒക്കെ ടൂൾസുകൾ. കുറച്ച് ഭംഗിയൊക്കെ ഉണ്ടാവും. കാരണം ഭംഗിയുള്ള മൊബൈൽ ഫോണാണ്. അതുകൊണ്ട് തന്നെ ബ്യൂട്ടിഫുൾ ആയിരിക്കും ഇതിൻ്റെയൊക്കെ ടൂൾസുകൾ. അല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെയൊക്കെ ഒരു കളറിങ്ങിൻ്റെയോ ഇത്രയും ഒരു ഡെക്കറേഷൻ്റെ ആവശ്യം ഒരു സ്ക്രൂ ഡ്രൈവറിന് വേണ്ട. പക്ഷേ ക്വാളിറ്റിയോട് കൂടി ഭംഗിയും കൂടെ ഇത്തരം ടൂൾസുകൾക്ക് ഉണ്ടാകും. ഇതിൻ്റെ എഡ്ജൊക്കെ പെട്ടെന്ന് സ്ലിപ്പാവാതിരിക്കാനുള്ള ഒരു പ്രത്യേക കോട്ടിംഗ് ആണ്. അതോടൊപ്പം തന്നെ ഈ മെറ്റലിനും ഒരുപാട്, സാധാരണ അയണല്ല, അതൊരു അൺബ്രേക്കബിൾ മെറ്റലാണ്. ഇപ്പോൾ മാർക്കറ്റിൽ കോമണായി അവൈലബിൾ ആയ 2 ഓപ്പറേറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. ഒന്ന് ആപ്പിൾ, മറ്റൊന്ന് ആൻഡ്രോയിഡ്. ഇത് രണ്ടും തമ്മിലാണ് ഇപ്പോൾ ഒരു കടുത്ത മത്സരം. അതുകൊണ്ട് തന്നെ ആൻഡ്രോയിഡ് ഇങ്ങനെ മുന്നോട്ട് കയറി വരാൻ ഒരുപാട് ഡോങ്കിളുകളും ഉപകരണങ്ങളും ഇന്ന് മാർക്കറ്റിലുണ്ട്. ഇത്തരം ഡോങ്കിളുകൾ, ഇതൊക്കെ ഒരു USB അല്ലെങ്കിൽ ഒരു തമ്പ് ഡ്രൈവ് ആണ്. പക്ഷേ ഇതിൻ്റെ അകത്തൊരു പ്രത്യേക സോഫ്റ്റ്വെയർ ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നമുക്ക് റിപ്പയർ ചെയ്യാൻ വരുന്ന, സർവീസിന് വരുന്ന മൊബൈൽ ഫോണിലെ ഡാറ്റകളൊന്നും നഷ്ടപ്പെടാതിരിക്കാൻ ഇതുപയോഗിച്ചാൽ നമുക്ക് ഒരു ബാക്കപ്പ് പോലെ അല്ലെങ്കിൽ ഒരു ഷോർട്ട് കട്ട് പോലെ ചെയ്തു വയ്ക്കുക. അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് പോകില്ല നമ്മുടെ ഡാറ്റയും കോണ്ടാക്റ്റും അതർ ഇൻഫർമേഷൻസും. അതിനു വേണ്ടിയുള്ള ഓരോ ഉപകരണങ്ങളാണിത്. ഇതുപോലത്തെ കുറേ പെട്ടികളുണ്ടാവും, ബോക്സുകൾ. ഇതിനകത്താണ് സോഫ്റ്റ്വെയർ ലോഡ് ചെയ്ത്. ഇത് കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്ത് നമ്മുടെ മൊബൈലായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഫോണുകളൊക്കെ റിപ്പയർ ആവുക. അതിൻ്റെ സർവീസ് റീഡ് ചെയ്യാനും അതിൻ്റെ അകത്ത് പോയി എന്തെങ്കിലും ചെയ്യാനും എഡിറ്റ് ചെയ്യാനൊക്കെ ഇത്തരം സോഫ്റ്റ്വെയർ ബോക്സുകളാണ്. പണ്ടൊക്കെ കമ്പ്യൂട്ടറിൽ നേരിട്ടൊരു CD യോ കോപ്പിയോ ഹാർഡ് ഡിസ്കിലോ സേവ് ചെയ്ത സോഫ്റ്റ്വെയർ ആയിരിക്കും. പക്ഷെ അത് കോപ്പി നടക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് ഇപ്പം ആ കോപ്പി പ്രൊട്ടക്റ്റഡ് ബോക്സുകളാണ് ഇപ്പോൾ മാർക്കറ്റിലുള്ളത്. അതുപോലെ നോക്കിയയുടെ ഫോണുകളുടെ സോഫ്റ്റ്വെയർ വളരെ കോമ്പാക്റ്റ് സൈസാക്കി. അതുപോലെ ഒരു സർവീസ് സെൻറ്ററിന് ആവശ്യമായ ഒരു
ഇൻസ്ട്രുമെൻ്റ് ബോക്സ്, മൊബൈൽ ടെസ്റ്റ് ചെയ്യുക, അതിൻ്റെ പവർ, അതുപോലെ സോൾഡറിങ് അയൺ എല്ലാം കൂടെ ഒരുമിച്ചുള്ള ബ്രിഡ്കോയുടെ തന്നെ ഒരു പ്രോഡക്റ്റാണിത്. ഇത് ഇന്ത്യയിൽ കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ കോട്ടയ്ക്കിൽ നിന്ന് അസംബ്ലി ചെയ്ത് ഇവിടെ വരുന്ന ഒരു പ്രോഡക്റ്റാണ്. പണ്ടത്തെ പോലെയല്ല, മെയ്ഡ് ഇൻ ഇന്ത്യക്ക് ഇന്ന് മെയ്ഡ് ഇൻ ചൈന വേണോ മെയ്ഡ് ഇൻ ഇന്ത്യ വേണോ എന്ന് പറഞ്ഞാൽ ഇന്ത്യയെ ചൂസ് ചെയ്യാൻ ഇന്ന് വിദേശികൾ തയ്യാറാണത്രേ. പല നോക്കിയ ഫോണുകളും ഇന്ന് മാർക്കറ്റിലുള്ളത് മെയ്ഡ് ഇൻ ഇന്ത്യയാണ്. മിക്ക നോക്കിയ ഫോൺ, ഒരു ആവറേജ് മോഡലിലെ മുഴുവനും നോക്കിയ ഫോണുകൾ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. എന്തിന്? ചൈനയിലേക്ക് വരെ ഇന്ത്യയിൽ നിന്നും ഇവിടെ എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോണുകൾ. ആദ്യമൊക്കെ ചൈനയിൽ നിന്നും ഇങ്ങോട്ടും ഇന്ത്യയിലേക്കും വന്ന് നാം ഉപയോഗിക്കുന്നതിന് പകരം ഇന്ന് ഇന്ത്യ നിർമ്മിച്ചത് ചൈനക്കാർ ഉപയോഗിക്കുന്നുണ്ട്. അവർക്ക് ഇന്ത്യൻ പ്രോഡക്റ്റ് ഇഷ്ടമാണ് എന്നാണ് അത് സൂചിപ്പിക്കുന്നത്. ഇവിടുത്തെ മാർക്കറ്റും അങ്ങനെ തന്നെ. ഇന്ത്യൻ പ്രോഡക്റ്റിന് ഒരല്പം ഡിമാൻഡ് തന്നെയാണ് ഇപ്പോൾ. അതുപോലെ ഇത് ഇന്ത്യൻ്റെ പ്രൊഡക്റ്റാണ്, അഥവാ നമ്മുടെ കേരളത്തിലെ ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ്. ഇത് മൊബൈൽ റിപ്പയർ ചെയ്യുന്നത്. ഇനിയുണ്ട് ധാരാളം പാർട്സുകൾ നമ്മൾ പരിചയപ്പെടാൻ. അതുപോലെ ഈ ഷോറൂമും ഇതിൻ്റെ പരിസരത്ത് വേറെയും കുറേ ഷോപ്പുകളൊക്കെ ഉണ്ട്. ഈ വഴി എന്ന് പറയുന്നത് തന്നെ നമുക്ക് നേരെ വരുന്ന ഇവിടെ ഹയാത്ത്, ഒരു 5 സ്റ്റാർ ഹോട്ടലാണ് ഹയാത്ത് റിജൻസി, അല്ലെ ഹയാത്ത് റെസിഡൻസി എന്നൊക്കെ പറയുന്ന ഒരു ഹോട്ടൽ, ഇൻ്റർനാഷണൽ ഹോട്ടൽ. അതിൻ്റെ തൊട്ട് മുമ്പ് പാസ് ചെയ്ത് വരുന്നതാണ് മുസല്ല റോഡ്. ഈ മുസല്ല റോഡിൻ്റെ ഒരു സൈഡ് മൊബൈൽ മാർക്കറ്റ്, ഓപ്പോസിറ്റ് സൈഡ് ഓട്ടോമൊബൈൽ മാർക്കറ്റാണ്. അതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റിൽ ഈ രണ്ട് മാർക്കറ്റിലേക്ക് വേണ്ട കസ്റ്റമേഴ്സാണ് ഇങ്ങോട്ട് വരുന്നത് തന്നെ. അത് ഡൽഹിയിലും അങ്ങനെ തന്നെ. ഒരു സെക്ഷൻ മൊത്തം മൊബൈൽ ഫോൺ സിറ്റി ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് സൈഡ് ഓട്ടോമൊബൈൽ സിറ്റിയാണ്. ഇതെങ്ങനെ ഇങ്ങനെ രണ്ടും ഒരുമിച്ച് വന്നത് എന്ന് അറിഞ്ഞുകൂടാ. ഇന്ത്യയിലും അങ്ങനെ, UAE-യിലും ഇങ്ങനെ വന്നു. ഇതാ മൊബൈൽ ഫോണും ഓട്ടോമൊബൈലും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു എക്യുപ്മെൻറ്റ്സ് ആണ്. ഇതും നമ്മുടെ മെയ്ഡ് ഇൻ ഇന്ത്യ ബ്രിഡ്കോയുടെ, പവേർഡ് ബൈ ബ്രിഡ്കോയുടെ ഒരു പ്രൊഡക്റ്റാണ്. കാറുകളെ സെക്യൂരിറ്റി ചെയ്യാനും അതുപോലെ കാർ എവിടെയുണ്ട് എന്ന് മൊബൈൽ ഫോൺ വഴി കണ്ടെത്തുന്നതുമായ ഒരു എക്യുപ്മെൻറ്റ്സ് ആണ് മാസ് എന്നതിൻ്റെ പേര്, മൊബൈൽ ആൻഡ് ഓട്ടോമൊബൈൽ സെക്യൂരിറ്റി സിസ്റ്റം. ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഇത് UAE മാർക്കറ്റിൽ എത്തിച്ചിട്ടുണ്ട് കമ്പനി. വ്യത്യസ്ത കമ്പനിക്കാർ ഒരു മത്സരം തന്നെയാണിത്. പല മാനുഫാക്ചറും ഇത്തരം പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ 8 കൊല്ലം മുമ്പ് ഇത് മാർക്കറ്റിൽ നമുക്ക് ആദ്യമായിട്ടായിരുന്നു ഇത് ലോഞ്ച് ചെയ്തത്. ഇവിടെ ദേര എന്ന് പറയുന്നത് മുസല്ല റോഡിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന ഈ ഒരു സ്ട്രീറ്റിലെ ഈ ഏരിയ മുഴുവനും മൊബൈൽ സിറ്റിയാണ്. സ്പെയർ പാർട്സും ടൂൾസും വ്യത്യസ്ത കമ്പനിക്കാർ, കൂടുതലും മലയാളികളാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ദേര പൊതുവേ അങ്ങനെയാണ്. ദേര, ദുബായ് ഒക്കെ പൊതുവേ മലയാളികൾ കൂടുതൽ താമസിക്കുന്ന ഒരു ഏരിയ. അതുകൊണ്ട് ധാരാളം ടെക്നീഷ്യന്മാരും ഇവിടെ മലയാളികൾ തന്നെയാണ്. ഇപ്പോൾ തന്നെ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയിൽ നിന്നും പഠിച്ച ഏകദേശം 200-ലധികം വിദ്യാർത്ഥികൾ ഇന്ന് ഈ മാർക്കറ്റിൻ്റെ ചുറ്റുഭാഗവും പലയിടങ്ങളിലായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല നിലയ്ക്ക് അവർ റിപ്പയർ ചെയ്ത് വർഷങ്ങളോളം അവർ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്തരമൊരു നല്ല സർവീസ് സെൻ്ററും കൂടെ ഉള്ള ഒരു സർവീസ് ഏരിയയാണ് ഈ ദേര എന്ന് പറയുന്ന ഈ ദുബായ്. www.softybay.com